ഓം വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഓം നിത്യാനന്ദമഹം നൗമി സർവാനന്ദകരം പരം ഹരിനാമപ്രദം ദേവം അവധൂതശിരോമണി ആനന്ദലീലാമയവിഗ്രഹായ ഹേമാംഗദിവ്യച്ഛവിസുന്ദരായ തസ്മൈ മഹാപ്രേമരസപ്രദായ ചൈതന്യചന്ദ്രായ നമോ നമസ്തേ. ഗുരുവായൂരപ്പൻ്റെ എല്ലാ ഭക്തന്മാർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. ഇന്നൊരു ചോദ്യമുണ്ട്. എന്താണ് തലയിലെഴുത്ത്? ആൾക്കാർ പറയും വിദ്യയാന്ന് പറയും. അപ്പോൾ ചോദ്യം, എന്തുകൊണ്ടാണ് അങ്ങനെ പദം തലയിലെഴുത്തുന്ന ഒരു പദമില്ല? എന്താ അങ്ങനെ വരാൻ കാരണം? അതിനുള്ള കാരണം പറയട്ടെ. വേറെ ഒന്നുമല്ല, നമ്മുടെ വിധി തന്നെ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുൻജന്മത്തിലേക്ക് കർമ്മം അനുസരിച്ച് എപ്പോൾ ജനിക്കണം, ആരുടെ മകനായിട്ട് ജനിക്കണം, ഏത് വീട്ടിൽ ജനിക്കണം, എങ്ങനെ ജീവിക്കും, ആര് വിവാഹം കഴിക്കും, എന്ത് ജോലി ചെയ്യും, എങ്ങനെ മരിക്കും, ഇതെല്ലാം കൂടിയുള്ള നമ്മുടെ കർമ്മം അനുസരിച്ചുള്ളൊരു തിരക്കഥയുണ്ടല്ലോ, അതിനെയാണ് തലയെഴുത്തെന്ന് പറയാൻ. പക്ഷേ ചോദ്യം, എന്തുകൊണ്ടാണ് അതിനെ തലയെഴുത്തെന്ന് പറയാൻ കാരണം? എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ. ഇവിടെ ഇങ്ങനെ ഉണ്ടോ? ഒന്നുമില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് മനസ്സിലാവും തലയെഴുത്തെന്ന് വെച്ചാൽ? വേറെ ഒന്നുമല്ല, ഞാനുണ്ടല്ലോ തലയെഴുത്ത് കാണിച്ചു തരട്ടെ. എൻ്റെ തലയെഴുത്ത് ഇതാ. അതായത് ഒരു കുഞ്ഞു വാവ അമ്മയുടെ ഗർഭത്തിൽ വെച്ചിട്ട് എങ്ങനെ ഇരിക്കണമെന്നറിയോ? ഇങ്ങനെ ഇരിക്കണം. ആ കൈ, രണ്ട് കൈ ഇങ്ങനെ ഇരിക്കും. ആ കൈയാണ് പിന്നീട് തലയിൽ നിന്ന് എടുക്കുക ചെയ്യണത്. നമ്മുടെ തലയിലുള്ള ആ വിധി ഉണ്ടല്ലോ, അത് കയ്യിൽ മാർക്ക് ചെയ്യുന്നതാണ് ഞാൻ നമ്മുടെ ശ്രീമദ് ജഗത് സാക്ഷി പ്രഭു പറഞ്ഞു കേട്ടിട്ടുള്ളത്. അദ്ദേഹം ശ്രീമദ് ഭാഗവതം ക്ലാസ് എടുക്കുമായിരുന്നു അന്ന്. അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞത് മാത്രം. അപ്പോൾ നമ്മുടെ കയ്യിലെ വരകളാണ്, രേഖകളാണ് പറയണത്. ഇന്ന മണ്ഡലം പൊങ്ങിയിരിക്കുന്നാൽ ഇന്ന ഫലം, കുജമണ്ഡലം താന്നിരുന്നാൽ ഇന്ന ഫലം, ഇന്ന വരയ്ക്ക് കട്ടി കൂടിയാൽ ഇങ്ങനെ, നക്ഷത്രചിഹ്നം നല്ലതാണ്, അങ്ങനെയൊക്കെ ഉള്ള ഹസ്തരേഖാശാസ്ത്രം. പക്ഷെ ഭക്തന്മാരായ നമ്മൾ ഇതിന് പുറകിലൊന്നും പോയിട്ട് കാര്യമില്ല, പോവാറുമില്ല. നമുക്ക് ഭഗവാൻ മതിയല്ലോ. അത് മാത്രമല്ല, നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മുടെ കയ്യിലെ രേഖകളുണ്ടല്ലോ, അത് സമയം അനുസരിച്ച് ഉള്ള രേഖകൾ മാഞ്ഞു പോവും, പുതിയ രേഖകൾ വരികയും ചെയ്യും, മാറിക്കൊണ്ടിരിക്കും. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ചെയ്യണ കർമ്മം അനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടാവും നമ്മുടെ കയ്യിലെ രേഖകൾക്ക്. അപ്പോൾ നമ്മുടെ, ഞാൻ പറഞ്ഞ പോലെ എല്ലാം സെറ്റാണ്. ഇപ്പോൾ ജനിക്കുന്നത് എല്ലാം സെറ്റാണ്. അപ്പോൾ നമ്മുടെ തലയെഴുത്ത് മാറ്റാനായിട്ട് ഒറ്റ ആൾക്കേ പറ്റുള്ളൂ. ആർക്കാണെന്നറിയോ? അത് ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, നിങ്ങൾക്ക് തന്നെ എല്ലാവർക്കും അറിയാമല്ലോ. ഇതാ എൻ്റെ പുറകിൽ മഞ്ഞ പട്ടു എടുത്തിട്ട് ഒരാൾ നിൽക്കണുണ്ട്, മയിൽപ്പീലൊക്കെ ചൂടി വിളക്ക് പിടിച്ച്. ആ പുള്ളിക്കാരനെ അങ്ങ് ആത്മാർപ്പണം ചെയ്താൽ മതി. തലയെഴുത്തൊക്കെ പിന്നെ ഭഗവാൻ കയ്യിലെടുക്കും. എന്നിട്ട് ഹൂ നീ ഊതി കാലിൽ പറപ്പിച്ച് കളയും. ഹരേ കൃഷ്ണ.